പറ പറ. ഇല്ല, പറയാൻ വേണ്ടി എന്തോ വന്നോണ്ടിരിക്കും. പറ, ഇൻട്രോ പറ. ഉറക്കമായിരുന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ നാളെയാണ് സുഹൃത്തുക്കളെ സ്കൂള് തുറപ്പ്. അപ്പോൾ മഴയൊക്കെ ആയിട്ട് പണ്ടത്തെ എനിക്ക് ഇത് ഓർമ്മ വരുന്ന കേട്ടാ. എല്ലാ വട്ടവും മഴയൊക്കെ നനഞ്ഞോണ്ടാ സ്കൂളിൽ പോകുന്നത്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട്, പുതിയ ബാഗ്, പുതിയ ഉടുപ്പ്, ചെരുപ്പ് എല്ലാം ഇട്ടിട്ട് കൊണ്ട് മഴയത്ത് നനയ്ക്കും. അതൊരു വൈബ് വെച്ച്. ഞാനാണെങ്കിൽ കുട പോലും പുറത്തെടുക്കുന്നില്ല. ഞാൻ മറ്റു കൂട്ടുകാരൊക്കെ ബാഗിന്റെ കവറും ചിലപ്പോൾ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. ഇനി ബാഗിന് കവറൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുട, നമ്മൾ പുതിയ കുടയൊക്കെ വാങ്ങും, പക്ഷെ പുതിയ കുട നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് കൂട്ടുകാരന്മാർ ആരെങ്കിലും കുടയിൽ നനയാതൊക്കെ പോകും. അല്ല, പുതിയ കുട മഴയത്ത് നനഞ്ഞാൽ തുള്ളി ഇങ്ങനെ മേളി ഇരിക്കത്തേ ഉള്ളൂ. അതുമല്ല, ഈ പണ്ടിങ്ങനെ കളറ് മാറുന്ന കുടകള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുടയെ കാണിക്കുമ്പോൾ കൂട്ടുകാരുടെ എല്ലാവരുടെ ഇടയിൽ ഭയങ്കര ജാടയൊക്കെ. അപ്പൊ എന്തായാലും അത് മാത്രമല്ല, ഈ പുതിയ ഉടുപ്പിന്റെയും എല്ലാത്തിന്റെ ഒരു മണം ഉണ്ടല്ലോ. എല്ലാം പുതിയതല്ലേ ക്ലാസ്സിൽ വരുന്നത്. പുതിയ ഡ്രസ്സ് കാണാനായി 2 മാസം കഴിഞ്ഞ് കാണുമല്ലേ. നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ പുതിയ ഡ്രസ്സിലൊക്കെ ഒരു പ്രത്യേകത. ഈ പണ്ടത്തെ സ്കൂളിൽ പോകുന്നത് ഇനി നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. സ്കൂളിൽ പോകണം, അംഗൻവാടി പോകണം. അടിപൊളി അമ്മ, സൂപ്പർ അമ്മ. അപ്പൊ അമ്മൂട്ടന് പോകാൻ നേരത്തെ മൃദുല രാവിലെ എണീക്കണം, കുക്ക് ചെയ്യണം. എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്? അമ്മൂട്ടന് നെറ്റിക്കുന്നതിൽ ഒരു കൊതു കടിച്ചു. ഇതുവരെ പോയില്ല. എന്തോ ഞാൻ കൊതുവിനാണ് അറിയുന്നത്. അപ്പൊ ഗൈസ്, നാളെ നമ്മൾ തമ്പുരുവിനെ ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ തമ്പുരു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ സ്കൂളിലായിരുന്നു. ഇപ്പൊ അവള് നാട്ടില് നമ്മുടെ സ്കൂളിലിട്ട് ചേർത്ത്. അപ്പൊ നാളെ സ്കൂൾ ഉറപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്കൂൾ ഉറപ്പിന് പിള്ളേരെ ചേർക്കാൻ പോകുന്നത്. നമ്മളന്ന് പോകുന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സ്കൂളിൽ പണ്ട് പോകുന്നതും മഴ നനഞ്ഞ് പോകുന്നതും ചോറൊക്കെ കെട്ടി പോകുന്നതും അല്ലേ, ഒരു പണ്ടത്തെ ഒരു ഫീല്. ഈ മഴയത്ത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയല്ലേ, വെയിലും ഇല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അങ്ങനെ. പിന്നെ ആദ്യമൊക്കെ മടിയായില്ലേ, പുറത്ത് പോയി തുടങ്ങി. അതുപോലെ ഈ ഫസ്റ്റ് ദിവസം പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുതിയ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ കാണിക്കാനും. എവന്റെ അപ്പി മൂത്രവും കാരണം ഗൈസ് ബെഡ്ഷീറ്റ് മൊത്തം നാശകൊടാലിയാവുകയാണ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരെണ്ണം പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്താണ്ട്. നല്ല പ്രീമിയം, ഇവിടുത്തെ മൊത്തം തുണിയെടുക്കുക, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നല്ല പ്രീമിയം, നല്ല അടിപൊളി സാധനം കേട്ടോ. ഇന്നലെ എന്തോ ഉറങ്ങാൻ നേരത്തെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. ബൈ നമ്മൾ ഇൻവെർട്ടർ വെച്ചു സുഹൃത്തുക്കളെ. നമ്മളത് ഇൻവെർട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സൈഡ് അല്ലേ, എക്സൈഡിൻ്റെ ബാറ്ററിയും ആൻഡ് ഇൻവെർട്ടർ രണ്ടും സെയിം കമ്പനിയാണ്. എക്സൈഡിനെയാണ് വെച്ചേക്കുന്നത്. വലിയ ബാറ്ററിയാണ് കേട്ടോ. അത് നമുക്കൊരു 3 ദിവസമൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇനി കറണ്ട് പോയാലും പിന്നെ ഒരു കാര്യം, നമുക്ക് പ്ലഗ് ഒന്നുമില്ല. പ്ലഗൊക്കെ ഇനി വയറിങ് ചെയ്യണം. ഫാൻസ് എല്ലാം കറങ്ങും. ലൈറ്റ്, നമുക്ക് ഫാനും ലൈറ്റുമാണ് ഏറ്റവും അത്യാവശ്യം കുഞ്ഞു ഉറങ്ങാൻ നേരത്ത്. പിന്നെ റൂമിലെ എല്ലാ റൂമിലും, മേളത്തെ റൂമിലും താഴത്തെ റൂമിലും എല്ലായിടത്തും ലൈറ്റും ഫാനും. അപ്പോൾ എന്തായാലും കറണ്ട് പോയാൽ അമ്പൂട്ടിന് സുഖമായി ഉറങ്ങാം. പിന്നെ പോകുന്ന വഴിക്ക് തമ്പുരിന് ആൾറെഡി എല്ലാം വാങ്ങിച്ച് ഗൈസ്, ബാഗും എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മളും പിന്നെ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകും അല്ലേ. എന്ത് വാങ്ങാനാ, അതാ ഞാൻ ആലോചിക്കുന്നത്. ബാഗൊക്കെ വാങ്ങിച്ചില്ലേ? ബാഗ് വരയ്ക്കാനൊക്കെ ഇഷ്ടം. അപ്പൊ പെയിന്റിങ്ങോ നമുക്കങ്ങനെ ഡ്രോയിങ്ങിന്റെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാം. പകലൊക്കെ അമ്പൂട്ടനെ ഇതേപോലെ ഇങ്ങനെ കിടത്തിരിക്കും കേട്ടോ. തുണിയൊക്കെ വിരിച്ചിട്ട് അവനിവിടെ ഇങ്ങനെ കിടന്നോളും. ചിടയ്ക്ക് നിർബന്ധം കാണിക്കുക, അപ്പൊ നമ്മൾ എടുക്കും ഇല്ലേ. പകല് നമ്മൾ ഇങ്ങനെയല്ലേ കിടക്കാറുള്ളത്. അമ്പു അടിപൊളിയാക്കിയല്ലോ. സെറ്റ് ഇപ്പൊ റൂം അടിപൊളിയായി. നല്ല വെട്ടമുണ്ടല്ലേ ഇപ്പൊ റൂമില്. അവിടെ നിന്ന് നല്ല ഇന്ന് നല്ല വെയിലുണ്ടെന്ന് തോന്നുന്നു. മഴ അത്ര എൽത്ത ആ വുഡിന്റെ അതേ കളറല്ലേ വെറുതെ സെറ്റപ്പായി. തീം മാറി, രസമുണ്ട് ഗൈസ്. അമ്പൂട്ടന്റെ കോസ്റ്റ്യൂം കണ്ട സ്വാഗ്. അയ്യോ അവന്റെ കയ്യിരുന്ന് ഈ സാധനം ഞാൻ പിടിച്ച് മാറ്റി തന്നെ. തന്ന് കയ്യിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ പിടിച്ചൊന്ന് മാറ്റിയോണ്ടല്ലോ ഗൈസ്. തീർന്നു താണ്ട. ഇപ്പം നോക്കി. ഇല്ല അത് കൊള്ളാല്ല കളി. ഒന്ന് ചെറിയെന്ന് നോക്കിയിട്ട് ഡ്രസ്സ് നോക്ക്. കണ്ണൊക്കെ എഴുതി കുറെ നാൾക്ക് ശേഷം വെറുതെ കണ്ണെഴുതി കാണുന്നു. കുറവാടി രസമുണ്ട്. അടിയിൽ എഴുതാറില്ല, മേൽ മാത്രം വല്ലപ്പോഴും
രസമുണ്ട്. ഉച്ചയ്ക്ക് ഇറങ്ങാൻ നിന്ന് നമ്മളാ 6 മണിയായി. അപ്പൊ നമുക്ക് ഇറങ്ങാം, ഈ സമയം താമസിക്കണ്ട. ഓക്കെ, ഞാൻ കരയോ? ഞാൻ എടുത്താ തരുമോ? ഇത് ഇച്ചിരി കഷ്ടമുണ്ട്. ശരി, അച്ഛ എടുക്കട്ടെ, പോണ്ടേ നമുക്കിന്ന്. മുമ്പേ പുറപ്പെടാനുള്ളായിരുന്നു, ഇപ്പൊ എനിക്കറിയത്തില്ല, നീ തന്നെ ഹാൻഡില്. നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഷോപ്പിൽ കയറി ടോയ്സ് വല്ലതും വാങ്ങാം. ഇവിടെ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട്. അമ്പൂട്ട് എന്നാണോ തോന്നി എൻ്റെ അടുത്ത് അച്ഛാ കളിപ്പാട്ടം ഒന്നും കരയുന്നത് എന്തോ പറ്റി? അമ്പൂട്ടിനോടെങ്കിലും വാങ്ങിച്ചോട്ടോ. ആനയുടെ മണ്ടേ കുരങ്ങിരിക്കുന്നു. ഒരുപാട് ലൈറ്റും സൗണ്ടും ഒന്നും ഇല്ലാതെ കുഞ്ഞിന് ഇപ്പൊ കളിക്കാൻ പറ്റുന്നേ. എന്നാ അവൻ കടിച്ച് മുറിയൊന്നും ചെയ്യുന്നു. അക്കിക്ക് വലിയ കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ ഇരുമ്പിന്റെ കളിപ്പാട്ടം ഞാൻ പണ്ട് ഒരു ഡിഫൻഡർ വാങ്ങിച്ചു കൊടുത്തേ. അത് വെച്ച് പെങ്കൊച്ചിന്റെ തലയ്ക്ക് വീണില്ലേ അതുകൊണ്ട്. അപ്പം ഭയങ്കര ടെററായിട്ട് വരുന്നുണ്ട്. സ്പാനർ എടുത്ത് തമ്പുരുവിന്റെ തലക്കടിക്കുക, ഇതൊക്കെയാണ് അവന്റെ വിനോദം. അന്തം വിട്ട് നോക്കുന്നടി. വാങ്ങിച്ചോ, അവന് കൊള്ളാം. നമ്മൾ തമ്പുരുവിന് ഇത് വാങ്ങിച്ചു. നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. ഇതൊന്നും അല്ല, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് പറഞ്ഞ തമ്പുരുവിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അക്കിക്കും പെങ്കൊച്ചിനും. ഗൈസ്, അപ്പം നമ്മൾ തമ്പുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്? ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഭയങ്കര ഇഷ്ടം. ഡ്രോയിങ് ഭ്രാന്താണ്. അപ്പം നമ്മളൊരു ഡ്രോയിങ് സെറ്റ്, ഒരു വലിയൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്താകുമ്പം ഈ വർഷം വരയ്ക്കാനുള്ള സ്കെച്ച് പെൻ എല്ലാം ഇതിനകത്തുണ്ട്. ഓപ്പൺ ചെയ്തേ ബ്രോ, ലുക്ക് അറ്റ് ദാറ്റ്. എൻ്റെ മോനെ എന്ത് കളർ വേണമെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് കേട്ടോ. അത് ഒരു കളർ തന്നെ 2, 3 ഉണ്ട്. അപ്പോൾ അതെ, ഫുൾ സെറ്റ് നമുക്ക് പടം വരച്ച അറമാതിക്കുള്ള ഉണ്ട്. ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഈ ഒരു കിറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ വാങ്ങും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ചെറുതും ഉണ്ട്, ഇത് ചെറുതും ഉണ്ട്. ശരി, വലിയ വില ഡിഫറൻസ് ഭയങ്കരമായിട്ടില്ല. വാല്യൂ ഫോർ മണി കുറച്ചും കൂടി നോക്കുമ്പോൾ നമുക്ക് ഇതായില്ലേ കൂടുതൽ. അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത്. ഇത് ചെറുത് കേട്ടോ, അതിൻ്റെ ചെറിയൊരു ബോക്സ്. കാണാൻ കുറച്ചും കൂടി ബ്യൂട്ടി ഇതാണ് തോന്നില്ലേ തുറക്കുമ്പോൾ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, പക്ഷെ ഇത് വുഡാ. പൊടിയവക്ക് ഡ്രസ്സ് എടുക്കാം അല്ലേ ആൻമി. കണ്ടോ സ്വാങ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ കയ്യൊന്നും ഇല്ല, സ്വാങ് ലുക്ക്. അമ്പുവേ പെട്ടെന്ന് ചടപട കയറി ചടപട ഷോപ്പ് ചെയ്തു. കണ്ട ചേച്ചി എടുത്തിട്ടൊരു 10 എണ്ണം കാണിച്ചതിൽ ഒരു 3 എണ്ണം കൊടുത്തു. പിള്ളേർ ഉറങ്ങുമെന്തോ ചെല്ലുമ്പോൾ. ഹലോ, കയറി വാ. എന്താ ഉണ്ടേ? സ്കൂളുകാര് പുതിയ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി നിക്കുക. എന്തോ ഉണ്ട് വിശേഷം? ബുക്ക് പോഞ്ഞോണ്ടിരിക്കണ? കൊച്ചിന് കൊടുത്തിട്ടില്ല. അതിന് ഇതൊക്കെ കൊടുത്താൽ മതി. നമ്മളെ ലേറ്റ് ആയി പോയി. പോടാ. അപ്പൊ ഗൈസ്, തമ്പൂര് നാളെ സ്കൂളിൽ പോവാണ്. അപ്പൊ നാളെ നിന്നെ പോലെ എല്ലാ പിള്ളേരും നാളെ സ്കൂളിൽ പോവാ. ഏത് സ്കൂളിലാ? സ്കൂളിന്റെ പേരെന്തുവാ? മടത്തി സ്കൂള്. അപ്പം ഗൈസ്, നാളെ തമ്പൂര് സ്കൂളിൽ പോകുന്നു. എല്ലാവരും നാളെ ഇപ്പം ബുക്കൊക്കെ പുതിയതായിരിക്കും. നൈം സ്ലിപ്പ് കൊട്ടിച്ചാ? നൈം സ്ലിപ്പ് അറിയത്തില്ല. ഇവനെ പേരെഴുതുന്ന സാധനം അതില്ല. വാങ്ങിക്കണം. അത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ കൊച്ചു മാറ്റിട്ട് വന്നേനെ. അപ്പൊ ഗൈസ്, നമ്മൾ അകത്തോട്ട് കയറിട്ട് കേസ് വന്നേ ഉള്ളൂ. വരുന്നു വരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടാ. ബുക്കൊക്കെ പൊതിഞ്ഞോണ്ടിരിക്കുകയല്ലേ, അടിപൊളി. അംഗൻവാടി എന്തോന്ന്? ഏത് ഭാഷ? മുടിയൊക്കെ വെട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. ചാടി വരുന്നവനായിരുന്നു. ലോട്ട്സ് ഓഫ് ഹെയർ ഫാൾ. എന്താ ചെയ്യാനാ? എപ്പം വന്നാലും ഇന്നൊക്കെ ഒരു സർപ്രൈസ് വെക്കുക. എന്തുവാണോ എന്തോ കണിപ്പൈസയാണോ എന്തോ സർപ്രൈസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അവള് കത്രിക വെച്ച് വെട്ടിയിട്ട് കണ്ടേ. ഇഞ്ഞ നാളെ സ്പെല്ലിങ് പറഞ്ഞേ.
പിങ്ക് കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതൊന്ന് കാണിച്ചേ, തുറന്നു കാണിച്ചേ. ഇങ്ങനെ തുറക്കുന്നത് ഐ ലവ് യു ഇഞ്ഞ ഇഞ്ഞ എനിക്ക് ഐ ലവ് യു ഒരു അമ്പൂട്ടൻ എപ്പം വന്നാലും ഗൈസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കും കേട്ടോ, ഗ്രീറ്റിംഗ് പോലെ. ബുക്കായിട്ടാ നോക്കട്ടെ. ഇത് ഇഞ്ഞ, ഇത് പൂവ് താണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഓരോ ബുക്ക് പോലെ ഓരോ പേജും ഉണ്ട്. കിളിയൊക്കെ വരച്ചിട്ട് ഇഞ്ഞ പോലെ ഉണ്ട് പക്ഷിയിലോ. എന്തോ ചുമ്മാ നിക്കുന്ന മിണ്ടാ നിക്കുന്ന. ഇന്നലെ ഇവിടെ വന്നതാ. ചേച്ചിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നു. വയറിളക്കം. വയറിളക്കമല്ല, ബോക്സ് കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. പെൻസിൽ. ഓ ഇതാണോ യൂണിഫോം? കറിയാ? ഇത്രയും ചെറിയതിനകത്ത് നീ കറി കഴിക്കൂ? നീ ഇത് ഭയങ്കര ചെറുതായി പോയി. ഇടി അവൾക്ക് കറി കൊണ്ടുവന്നുണ്ടോ? ഓ അയ്യോ, ഇതിടക്കത്തെ കൊടയൊന്നും ആർക്കും ഇല്ല. ആ അയ്യോ, ഇവിടെ ആരെയും മൈൻഡ് ചെയ്തില്ല കേട്ടോ. ഒരാൾ മൈൻഡ് ചെയ്യാതെ. നാളെ സ്കൂളിൽ പോവാം. ഓ ഇത് ലഞ്ച് ബാഗ്. ഇതെല്ലാം സെപ്പറേറ്റ് ബാഗാ. ചെസ് കളിക്കാം. ഞാൻ ചെസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാറിന് ചെസ് ഇരിപ്പുണ്ട്. കൊച്ചിന് മുട്ടയോട് കണ്ടോ അവന്റെ വാശയുണ്ട്. തമ്പുരു പറയേ അവന്റെ അച്ഛനെ കൊടുത്തോട്ടോ ഉമ്മ. അത് കൊച്ചനും ഉമ്മ. കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏറി കയറോടെ താടാ. ഒരു ഉമ്മാടാ 3-4 വട്ടം. നിങ്ങളാർക്കില്ല. അവനെ എടുത്തേക്കുന്നേടാ എന്റെ കൊച്ചിനില്ല. അവനെ എടുത്തേനല്ല, കളിക്കാൻ കൊടുക്കാൻ. കളിപ്പാട്ടോടി പിടിച്ചെടുത്തു. മുട്ടായാടാ, കാറൊന്നും അല്ല. ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ചക്ക വേവിച്ചത്. അവൻ കരയുമ്പോഴേ അവളെ പിടിച്ച പാട്ട് പഠിക്കുന്നു. കുട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് തരുമോ നിന്നുടെ കയ്യില് ലൈറ്റൊക്കെ കാണണ്ട. ഫുഡ് കഴിച്ച് നമ്മളവിടെ കൈസ് കപ്പ കിട്ടും, പക്ഷെ ഇത് ചക്ക കിട്ടാറില്ല. ഞാൻ ചക്കയും മോരുകറിയും തോരനും. തമ്പുരു ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രം പുറകോട്ട. 1 മണിക്കൂർ എടുക്കും ഒരു പൊറോട്ടയും കൊണ്ടിരിക്കുക. രണ്ടാമതാണോ? പുള്ളിങ്ങി നാളെ സ്കൂളിലൊക്കെ പോയി പിള്ളേരായിട്ടൊക്കെ അടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടാ. നല്ലോണൊക്കെ പഠിക്കണം കേട്ടാ. ആരെ മെക്കിട്ട് കയറില്ല, ഇങ്ങയുടെ മെക്കിട്ട് കയറുന്നതൊക്കെ. ബാംഗ്ലൂർ സ്കൂളായതുകൊണ്ട് ആ പിള്ളേർക്കൊന്നും മലയാളം അറിയത്തില്ലല്ലോ. അന്ന് കരയും ചില ദിവസം. ആരും എന്നോട് മിണ്ടുന്നില്ല. ചിലപ്പോ ആ ക്ലാസ്സിൽ ഇവിടെ മാത്രമല്ലായിരുന്നു മലയാളി. പിള്ളേരാരും മിണ്ടുന്നില്ല, കളിക്കാൻ വിളിച്ച് കൂട്ടുന്നില്ല. അവർക്ക് ഈ നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനിയിപ്പോ ഇനി മലയാള പിള്ളേരെ കൊണ്ടല്ലേ മലയാള പിള്ളേരോടൊക്കെ കളിച്ചിരിച്ച് അടിപൊളിയായിട്ട് പഠിക്കാറില്ല. ഇനി സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും വഴക്ക് കൂടുതൽ. നേരത്തെ ഭാഷ അറിയാത്തോണ്ട് വഴക്കൊന്നും ഇല്ലായിരുന്നു. അക്ഷരം പഠിച്ചാ നീ? മലയാള അക്ഷരം പഠിച്ചാ? മിടുക്കി.
ഇത്രയും കാറുള്ള നിനക്ക് ഓരോ പിള്ളേർക്ക് കാറില്ല, കാറിന് ഇല്ലാത്തതിന് കരച്ചില്ല, ഇവൻ ഇത്രയും കാറാ. സെലക്ട് ചെയ്യുന്ന കുഞ്ഞിക്കില്ല. വേറെ കാർ വേണോ? ഇനി കാർ വേണോ? ഇനി കാർ വേണോ? തമ്പുരു നമ്മളൊന്നും വാങ്ങിച്ചില്ല ഇതിന് മുതലേ. ഇതിലേത് വേണം ഇപ്പൊ ഇടാൻ? ഇതൊന്നിട്ട് സുന്ദരി. കൊള്ളാം കൊള്ളാം. ഇങ്ങോട്ട് നോക്ക്, അടിപൊളി. ഇഷ്ടംപോലെ പൈസ തമ്പുരു കൊടുക്കാം. പൊട്ടീര് നമ്മള് പറഞ്ഞിട്ട് തമ്പുരൊന്നും വാങ്ങിച്ചില്ല. അത് നമുക്ക് ഇച്ചിരി ഇടാനായിട്ടിരിക്കും. ഇച്ചിരി ഇച്ചിരി അങ്ങ് വാടിപ്പോയി കേട്ടോ, കുറച്ചു നേരത്തേക്ക്. ഏതാ ഇഷ്ടപ്പെട്ട സാധനം? എന്തുവാണത്? ഡോളാണോ? ഡോള് മാത്രമേ ഉള്ളോ? പിന്നെ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ്. എനിക്കാ എന്തുവായിരിക്കും ഗസ് ചെയ്യ്. ആ പറ. ഈ ബോക്സ് എന്തുവായിരിക്കും? എന്നാലും ഗസ് ചെയ്യ്. എടാ നിന്റെ കാറെന്തേ? നിന്റെ കളിപ്പാട്ടം എന്തേ? ഓടിക്കണം. എനിക്ക് ഒരു വർഷത്തേക്ക് അടിക്കാനുള്ള കളർ ഇതിലുണ്ട്. ഇവിടെ ഈ ഭിത്തിയിൽ മൊത്തം നാളെ തൊട്ട് കളറായിരിക്കും കേട്ടോ. ബാംഗ്ലൂരിന്ന് എന്റെ ക്ലാസ് എടുത്തോണ്ടാണ് തമ്മിലൊരു പെൻസിൽ ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആയ? അപ്പൊ ഈ വർഷം അടിക്കാനുള്ള പെയിന്റ് എല്ലാം ഉണ്ട്. പടം വരയ്ക്കണം കേട്ടോ, സൂപ്പർ ആയിട്ട്. സ്കെച്ച് ഇടുന്നേട്ടോ. അവിടെ ഒരാള് സ്കെച്ച് ഇടുന്നു. അവനെ ഇറങ്ങി കളിച്ചാൽ കൊള്ളാറുണ്ട്. ഞങ്ങൾക്ക് പിന്നെ വേണ്ട ക്ഷമയില്ലല്ലോ. എല്ലാം പൊട്ടിച്ച് തുടങ്ങി, വരപ്പും തുടങ്ങി. അതിനിടയ്ക്ക് കിളിയെ വരച്ച്, മരം വരച്ച്, മല, സൂര്യനെ, മലക്ക് പച്ച കളർ, ഓറഞ്ച് കളർ വലയോ, ബ്ലൂ കളറ്. വേണ്ട 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 വേണ്ട, ഇടി കളി മാറ്റല്ലേ. ലാസ്റ്റ് ഞാൻ കള്ളക്കളി കളിച്ചെന്ന് പറയും. ഞാൻ മാറ്റിയല്ലേ എന്റെ പൊന്നെ. ഞാൻ ഒന്നും ചെയ്തു. ഓ നോക്ക സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടാ പോയത് കേട്ടോ. ലാസ്റ്റ് ഞാൻ ജയിച്ചാലും പറയേ ഞാൻ കള്ളക്കളി കളിച്ചിട്ടാ ജയിച്ചെന്ന് പറയും. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ചെസ് കളിക്കാൻ? ഇതറിയോ? ഏണിമാമ്പ് അറിയോ? അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. മാങ്ങ രാത്രി കൊടുക്കണ്ട കേട്ടാ. എല്ലാരും
എടി മൂള് നിനക്ക് കൊടുക്ക. മാങ്ങാണ്ടി പോലും വെറുതെ വിടല്ലേ കേട്ടാ. മാങ്ങാണ്ടി പോലും ഞാൻ വീഡിയോ എടുത്തപ്പോ കൊണ്ടോടിയടി. മാങ്ങാണ്ടി ഉറിഞ്ചോടുറിഞ്ച് ഞാൻ വീഡിയോ എടുത്തപ്പോ ഓടി. മാങ്ങ ഇത്രയും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാങ്ങാണ്ടിയൊക്കെ ഇഷ്ടം. പക്ഷെ മാങ്ങാണ്ടി ടേസ്റ്റ് ആയില്ലേമ്മ? കൊള്ളാമോ? അണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ പറയുന്നത്. വേണ്ട വേണ്ട, നീ ഒരുപാട് അങ്ങോട്ട് കാട് കയറണ്ട. ആ ശരി, ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നേ. പിന്നെ ചോറ് പൊതിഞ്ഞു പോകണം, പഠിക്കണം. അയ്യോ അയ്യോ, ഇനിയിപ്പോ എന്തോ ഇതാണല്ലേ. എനിക്കതൊന്നും ഓർക്കാൻ കൂടെ വയ്യ. നമ്മളൊക്കെ രക്ഷപ്പെട്ടു കേട്ടാ ഗൈസ്. നമുക്കിനി പഠിക്കാൻ പോകണ്ടല്ലോ. ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. ഇവിടെ കഴക്കി ഈ ബുക്ക് കൊണ്ടുപോയിട്ട് എന്ന് വെച്ചാൽ എത്ര 6, 12 എത്ര വിഷയമായിരുന്നു ഒരു ദിവസം. 10 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. 10 ബുക്ക് 10 പുസ്തകം. പിന്നെ ആയപ്പോൾ കള്ളത്തരം പഠിച്ച് പിന്നെ പുസ്തകം ഒന്ന് കൊണ്ടുപോകാതായി. പക്ഷെ എന്നാൽ പോലും വെയിറ്റ് ആയിരുന്നു. ഇനി നീ ചുമക്കണോ വെയിറ്റ് ഒക്കെ? മൂന്ന് ഇന്റർവെല്ല്. എത്ര? ഓ എനിക്ക് വയ്യ. ചെസ്സിന് ഒന്നും പറഞ്ഞോണ്ടല്ലോ. പ്രത്യേക ഹരമാണ് ഇത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു യുദ്ധം ചെയ്യുന്ന ഫീലാണ്. അത് കളിച്ചറിയാവുന്നവർക്ക് അറിയാം. നമ്മൾ ഏത് വിധനെ പൂട്ടി ഗെയിം ഇങ്ങനെ മുമ്പോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഹരം, ഒരു ലഹരിയാണ് ചെസ്സ് കളി. അത് ഈ അറിയാത്ത ഈ ഊളയ്ക്കൊന്നും അറിയത്തില്ല. ചെസ്സ് കളിക്കാൻ അറിയാവുന്ന അറിയുള്ളൂ. താഴെ കമന്റ്. ഫോട്ടോ എടുത്ത് വെച്ചാ? ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. മാറ് ഗൈസ്. രാജാവ് മാത്രം ഗൈസ്. നമ്മൾ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. അന്നൊരു സെന്നെ പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഒറ്റ കേട്ടോ. പാവ രാജാവിനൊരു ബടൻ പോലും ഇല്ല എന്നുള്ളതാ. വട്ടത്തി അടിച്ചോണ്ടിരിക്കുകയായി. ഒരാളുണ്ട് കേട്ടോ. ഒരാൾ ഈ ക്രിസ്റ്റൽ എന്റെയാണ് കേട്ടോ. കുറെ നാളായതുകൊണ്ട് ഇച്ചിരി സ്ലോ ആയിപ്പോയി. പക്ഷേ തമ്മിൽ എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ ന്യൂസ്റ്റ് പിടിച്ച് എപ്പോഴാണെന്നറിയോ? ദാണ്ടി സ്റ്റാപ്ലെയർ പിന്നിൽ പിന്ന് മാറ്റുമ്പോൾ. സത്യം പറഞ്ഞാൽ പിന്ന് മാറ്റാൻ വേണ്ടി ഇതിനകത്ത് പിന്നെ ഫുള്ള് അടിച്ചിളക്കി ദൂരെ കളയായിരുന്നു. അവിടെ തകർത്ത് ചെസ്സുകൾ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആദ്യമായിട്ടും ജയിച്ചു. പുസ്തകം കിട്ടി ഓൾറെഡി. പുസ്തകം അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അവർ കൈ പണ്ടത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ 5ാം ക്ലാസ്സിലാകുമ്പോൾ 4ാം ക്ലാസ്സിലെ പഴയ പിള്ളേർ ബുക്ക് വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ 10, 8, 9, 10 പ്ലസ് ആ ഒരു ടൈം ആയിരുന്നു ഭയങ്കരമായിട്ട്. ആ ചില പിള്ളേർ തരത്തില്ല. നമ്മളെ ബുക്ക് ചെയ്യുന്ന ഒന്നും കിട്ടത്തില്ല. നമ്മള് തുണ്ടൊക്കെ വെച്ചിട്ടേ ഇല്ലേ. നീയല്ല, നിങ്ങൾ പഠിക്കുന്ന ടീമുകൾ സത്യമാണ് പറഞ്ഞോണ്ട്. അത് ചേച്ചിക്കാട്ടി പഠിക്കുമായിരുന്നു. പരീക്ഷയുടെ തലേന്നാണ് പഠിക്കുന്നത്. പക്ഷെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫുൾ മാർക്ക്. ഞാൻ മീഡിയം. എനിക്ക് 10ലൊക്കെ എത്ര 75% ഉള്ളായിരുന്നു. A+ അല്ല, 75% 5A 3B+, 5A 3B ഉണ്ടായിരുന്നു. ഗുഡ് ചേച്ചി, കുഴപ്പമില്ല. +2 +2 70% ഉണ്ടായിരുന്നു. ഒരേ പ്ലസ്. അയ്യോ ശരിയല്ലേ, ഇവൾ പടം കണ്ടിട്ടാണ് ഗൈസ് പറയുന്നത്. മാറ ടഫ് അടിക്കട്ടെ, ടഫ്. അങ്ങോട്ട് നോക്കണേ. ഓറഞ്ച് പക്ഷേ കൊറേ വായിച്ചു. മുത്തശ്ശി എഴുതിയിരിക്കുന്ന വായിക്കടി. അമ്മാമ്മ. പാക്ക് ചെയ്ത് പോയി ഉറങ്ങാൻ വേണ്ടി 3 മണിയായി. നാളെ രാവിലെ എപ്പോൾ എണീക്കുന്ന അറിയത്തില്ല ഗൈസ്. നാളെ സ്കൂളിൽ പോകാനാണ് സമയത്ത്. അപ്പൊ 12 മണി വരെ ചെസ് കളിച്ചതാ. നമുക്ക് നാളെ സ്കൂളിൽ പോകണ്ട. പക്ഷെ നമ്മളെ കണക്കല്ല നീ. നിനക്ക് സ്കൂളിൽ പോകണം. അപ്പൊ നീ കിടന്ന് ഉറങ്ങണം. ഇപ്പൊ സമയം എത്ര അറിയോ? 3 മണിയായി. നാളെ നീ എങ്ങനെ പോകും? കണ്ട 3 മണി 2:45 ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്.
ഉറങ്ങിയ രാവിലെ എണ്ണിച്ച് സ്കൂളിൽ പോകും. ഇടി കൂടാം. ഞാനിവിടെ അടി കൂടും കേട്ടോ. ഇവിടെ മൂക്കിലിട്ട് ഇടി കൊടുത്താലും അശുവാണ്, എൻ്റെ കൈക്കില്ല, അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അയ്യോ പട്ടി കഴിക്കാൻ ഓട്ടി വേണ്ട. ചെറുതായിരുന്നു, പെട്ടെന്ന് വലുതായില്ലേ. കാണാൻ ഇച്ചിരി കുറച്ചുകൂടി ക്യൂട്ടായി. ഞാൻ അങ്ങോട്ട് വന്നോട്ടല്ലേ വേണ്ടാ, പേടി വേണ്ട. അപ്പൊ നാളെ കാണാം സുഹൃത്തുക്കളെ. തമ്മിൽ നാളെ നമ്മൾ പൊളിക്കില്ലേ സ്കൂളിൽ പോയിട്ട്. നാളെ 3 മണി 4 മണിയായി ഞാൻ ഉറങ്ങാൻ പോവാ. അറിയത്തില്ല ഇനി എപ്പോഴാണ് പെണ്ണെ പോയി കിടന്ന് ഉറങ്ങും. ഓക്കെ ഓക്കെ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ. ഒന്നുകൂടി